മൈലാഞ്ചി. ശരിയാക്കത്ര വല്ലുഞ്ഞേ, വല്ലുഞ്ഞേ എണീക്ക്. എന്താ കല്യാണി? ഇത് കണ്ടോ? ഓ, മൈലാഞ്ചി. ഈ സുന്ദരികളായ പെൺകുട്ടികൾ അഴകു കൂട്ടാൻ കയ്യിൽ ചാർത്തുന്ന ഇലക്കൂട്ടം. ചെമ്പരത്തിച്ചേലുള്ള പെണ്ണിന്റെ കൈകളിലാവുമ്പോ അഴകൽപ്പം കൂടും. അതൊക്കെ ശരിയാ, പക്ഷേ ഇതെന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഓ, ഈ കയ്യിലെങ്ങനെ മൈലാഞ്ചി വന്നു എന്നായിരിക്കും. അതെ, ഞാനും അത് തന്നെ ആലോചിക്കുന്നു. ഏതായാലും ഇത് ഞാനിട്ടല്ല. ഓ, പിന്നെ ആരായിരിക്കും ഇട്ടത്? ചിലപ്പോ നിന്നെ കാണാൻ വരാറുള്ള ആ സ്വപ്നത്തിലെ രാജകുമാരനില്ലേ, പുള്ളിക്കാരനിട്ടതായിരിക്കും. അത് ശരിയായിരിക്കും, ഞാനതങ്ങ് മറന്നു. ഇന്നലെ രാത്രിയിലും വന്നിരുന്നു ആ സ്വപ്നത്തിലെ രാജകുമാരൻ. ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. ദേ, എന്റെ ഈ കൈയൊക്കെ പിടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്ന് പോകുന്ന സമയത്ത് അത് എന്റെ കവളത്തെ ഒരു കാര്യം തന്നു. എന്ത് കാര്യം? ഈ കാര്യം വിടും. ഈ മൈലാഞ്ചി ഇട്ട് തന്നതേ ഭൂമിയിലെ ഗന്ധർവനാ. അതെനിക്കറിയാട്ടോ. ഓടുന്നു. അയ്യോ അരവിന്ദേ, നീ എന്താ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നേ? വിളമ്പി തരാനൊന്നും ഇവിടെ ആരുമില്ലല്ലോ. കുറെ ജോലിക്കാരികൾ ഇവിടെ വെറുതെ തേരാ പാര നടക്കുന്നുണ്ട്. ഇവളുമാരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ആ സുജാത എവിടെ പോയി? സുജാതേ, സുജാതേ. അല്ലെങ്കിലും അവളുമാരെയൊന്നും വിളിക്കണ്ട. ഇനി ഇളയമ്മയുടെ കൈകൊണ്ട് തന്നെ വിളമ്പിത്തരാം. കഴിക്കേ. അതെ, നീ ഡയറ്റിംഗ് ആണെന്ന് ഈ ഇളയമ്മയ്ക്ക് അറിയാം. എന്നാലും 2 എണ്ണം കൂടി കഴിക്കേ. ആമ്പിള്ളേരായ ഇത്തിരി തടിയൊക്കെ വേണ്ടേ? ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം. കഴിക്കേ. അയ്യോ, ഞാൻ ഇപ്പോഴാ ശ്രദ്ധിക്കുന്നത്. നീ അങ്ങ് മോശമായി പോയല്ലോ. ചെറുക്കന്റെ ഒരു കോലം നോക്കണേ. ഇത് കണ്ടിട്ട് ഇളയമ്മയ്ക്ക് സഹിക്കുന്നില്ല. മോനെ കഴിക്കും, മോനെ കഴിക്കും. ഇളയമ്മ വിളമ്പി തന്നപ്പോ നിനക്ക് സന്തോഷായില്ലേ? അയ്യോ, വെള്ളം കുടിക്ക്, വെള്ളം. സന്തോഷായനെ. ഇന്നലെ കെട്ടും പാണ്ടൊക്കെ എടുത്തും മുറുക്കിപ്പോയില്ലേ? അപ്പോ ഇനിയെങ്കിലും ഇവിടെ സമാധാനം ഉണ്ടാവില്ലോ എന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്നു. അപ്പോഴല്ലേ പുലി പോലെ പോയത് എലി പോലെ തിരികെ വന്നത്. എന്താ അരവിന്ദ് ഇങ്ങനെയൊക്കെ പറയുന്നേ? വേറൊന്നുമല്ല, തൃച്ചംബരത്തിന്റെ നാശകോടാലിയായിട്ട് നിങ്ങൾ വീണ്ടും തിരിച്ചു കയറി വന്നില്ലേ, അത് തന്നെ. അരവിന്ദ്, നിങ്ങളുടെ ഈ അഭിനയം കണ്ടിട്ട് ഞാനെന്താ നിങ്ങളെ മദർ തെരേസയായിട്ട് അംഗീകരിക്കുന്നു വിചാരിച്ചോ? നിങ്ങൾ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഒരാൾക്ക് കൂടെ സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല. മോശം, എങ്ങോട്ടെങ്കിലും പോയി തൊഴട്ടെ എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോ പിന്നെയും വലിയ വന്നോളും. അരവിന്ദ്, എന്റെ ദൈവമേ, എത്ര ഇടിവെട്ടാണ് പാഴാക്കി കളയണേ. ഒരെണ്ണെങ്കിലും ഞാൻ മരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കല്ലേ? നിന്റെ ഇളയമല്ലേടാ ഞാൻ.
ഓയ്യോ ഇളയമ്മ. അല്ല, ഏത് സ്ഥലത്ത് ഗുണ്ടാ മെമ്പർഷിപ്പ് ഇളയമ്മക്ക്? ആ ഔട്ട് ഹൗസിൽ ഗുണ്ടകളായിട്ട് ചെന്നിട്ട് ദാസേട്ടനെയും കല്യാണിയും ഇറക്കിവിടാൻ ശ്രമിച്ചപ്പോഴേ ഞാൻ അവിടെ ഇല്ലാതായി പോയി. ഇല്ലെങ്കിൽ ഇതോടെ തീർന്നേനെ ഗുണ്ട വിളയാട്ടൊക്കെ. ഏതായാലും ബ്രോയുടെ മുന്നിലൊന്നും ചെന്ന് പെടാൻ നിക്കണ്ട. എല്ലാം കഴിഞ്ഞിട്ട് ആന്റി അനന്തരവളും കൂടിയിട്ട് ഒരു പൊറോട്ട് നാടകം. അരവിന്ദ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ നിന്റെ സ്വന്തം. മിണ്ടരുത്. ചെയ്യാത്ത നെറുകേട് മൊത്തം ചെയ്തിട്ട് കൃത്രിമ സ്നേഹം കൊണ്ട് ഇറങ്ങിയിരിക്കാം. വേണമെങ്കിൽ കഴിച്ചിട്ട് പൊക്കോണം. നാടകം കഥകളിയൊക്കെ ആയിട്ട് അമ്മായി മരുമോളും ഒക്കെ അങ്ങ് ചെയ്താ മതി. മനസ്സിലായേ? ഇനി ഔട്ട് ഹൗസിൽ വന്നിട്ട് ദാസേട്ടനോ കല്യാണി എന്തെങ്കിലും പറഞ്ഞ ആശം പിടിക്കാൻ. അച്ഛാ, അച്ഛാ, തൂശനില. ഇത് തന്നെയാണ് തൂശനില. പൊതിച്ചോറ് പൊതിയേണ്ടത് തൂശനിലല്ല. അച്ഛാ, ഇത് സ്റ്റൗവിൽ വെച്ചൊന്ന് വാടണം, അല്ലെങ്കിൽ ചോറ് പൊതിയുമ്പോ ഇല പൊട്ടും. ഓ, നീ എന്നെ ചോറ് പൊതിയാൻ പഠിപ്പിക്കുക? അല്ല, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ചീച്ചി വല്യുവിന് പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അങ്ങനെ. ഇതെന്താ മൂന്നിലകള്? അവര് രണ്ടുപേരല്ലേ ഉള്ളൂ. ഒന്നെനിക്കാ. അതിന് നീ യാത്ര പോകുന്നില്ലല്ലോ. യാത്ര പോകുന്നില്ല, പക്ഷെ പൊതിച്ചോറുണ്ണാൻ ഒരു ആഗ്രഹം വെച്ചാ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അച്ഛാ? ആദ്യം അവരെ വിടട്ടെ, നീ ഇവിടെ നിൽക്കല്ലേ. നിനക്ക് പറയേ പൊതിഞ്ഞേരാം. ഓ, അത് മതി. അവിയലെടുക്ക. ഓ, അവിയൽ ഐസ് പോലെ തണുത്തുപോയി. ഒന്ന് ചൂടാക്കിയേക്കാം. ഈ മുട്ട പൊരിക്കുന്നതാ ഇതിന്റെ ടേസ്റ്റ്. വായിൽ വെള്ളം ഊറി നിൽക്കാതടാ. നിനക്ക് ഞാൻ വേറെ പൊരിച്ചു തരാം. എനിക്ക് ഉച്ചയ്ക്ക് മതി. അയ്യോ അച്ഛാ, അച്ചാറ് വെച്ചില്ല. ഓ, അതങ്ങ് വിട്ടുപോയി. നീ വായി നോക്കി നിന്നോണ്ട് പ്രയോജനം ഉണ്ടായി. അച്ഛാ, പൊതിച്ചോറ് കൊണ്ടുവന്നത് നല്ലതാ. ഹോട്ടലിക്കാരുണ്ടല്ലോ. തന്നെയല്ല, ആ വഴിക്ക് നല്ല ഹോട്ടലും ഇല്ല. നീ ഇതങ്ങോട്ട് വെക്ക്. ആ ഇല ഇങ്ങോട്ട് എടുക്ക്.
ദാ. ആ പേപ്പർ എടുക്ക. അതാ അവിടെ. വെല്ലുവിഞ്ഞേ, ഇവിടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വേണം കുടുംബക്ഷേത്രത്തിലേക്ക് പോവാൻ. അതിനെന്താ പോവാലോ ദാസേട്ടാ. ആ കല്യാണി, എന്നാ നീയും കൂടെ വാ. അയ്യോ, ഞാൻ ഒരുങ്ങിയിട്ടില്ല. ക്ഷേത്രത്തിൽ പോകുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും മടി പറയാറില്ലല്ലോ. പക്ഷേ നമ്മളൊരു യാത്രയ്ക്ക് പോവല്ലേ, എനിക്ക് ഇത്തിരി ജോലി കൂടി ബാക്കിയുണ്ട്. അതെനിക്കറിയാം കല്യാണി. നീ എന്നല്ല ഒരു പെണ്ണും ഒരുങ്ങി വന്നിട്ട് ഒരാണും കൃത്യസമയത്ത് ഒരിടത്തും പോയിട്ടില്ല, ഇനിയൊട്ട് പോവുകയില്ല. ഓ, ഇന്നിപ്പോ വെല്ലുവിഞ്ഞ് ഒറ്റയ്ക്ക് പോയി പൂജ നടത്തിയാ മതി. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ആ വെല്ലുവിഞ്ഞേ, വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ എന്റെ ബോക്സിൽ തന്നെ ഉണ്ടല്ലോ. ആ അതൊക്കെ ഉണ്ട് ദാസേട്ടാ. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റാ? ആ ഉണ്ട്. ആ അല്ല, ദൂരസ്ഥലത്തേക്ക് യാത്ര പോകുന്നില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, എന്തൊരു ഉത്തരവാദിത്വം. ആ എന്നാ ശരി, കുഞ്ഞു പോയിട്ട് വാ. ശരി ദാസേട്ടാ. എന്തു പറ്റി ആന്റി? ഈ വീട്ടിൽ ഇത്ര ഉറക്കെ ആന്റിയുടെ ശബ്ദം കേട്ടിട്ടില്ലല്ലോ. അതെ, ഞാനും ഒന്ന് പേടിച്ചുപോയി. എന്തു പറ്റി ആന്റിക്ക്? ഇനി എന്ത് പറ്റാൻ? പറ്റേണ്ടത് മുഴുവൻ പറ്റി കഴിഞ്ഞില്ലേ? ഇത്ര ഉറക്കെ ആന്റിയുടെ ശബ്ദം കേട്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഈ ശബ്ദം നിലവിളിയുടേതാ, നെഞ്ചു പൊട്ടുന്ന നിലവിളിയുടേത്. നിനക്കൊക്കെ അത് വെറും ശബ്ദമാണെങ്കിൽ വിലാസിനിക്ക് അത് വേദനയാണെന്ന് അർത്ഥം. മാഡം ഭയങ്കര മൂഡൌട്ടാണെന്ന് തോന്നുന്നു. തോന്നലല്ല, ആണ്. 3-4 വർഷമായി വിലാസിന് ചിലത് ആഗ്രഹിക്കുന്നു. 3-4 വർഷമായി വിലാസിന് ചിലത് പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരു ഫലവും ഇല്ല. 3-4 വർഷമായി വിലാസിന് തോൽക്കുക മാത്രം. ഒരു കൊച്ചു വിജയം പോലും ഇന്നീ നിമിഷം വരെ ഈ വിലാസിനിയുടെ അക്കൗണ്ടിൽ ഇല്ല. ഇറ്റ്സ് ബ്ലാങ്ക്, ടോട്ടലി ബ്ലാങ്ക്. ആന്റി പ്ലീസ്, ഇപ്പൊ ഇവിടെ നിരാശപ്പെടാൻ എന്ത് സംഭവിച്ചു? ആന്റി അത് പറ. തൃച്ചംബരത്തെ അരവിന്ദ്, എനിക്കവനെ കൊല്ലണം. ഇന്ന് തന്നെ. എന്താ, നിന്നെ കൊണ്ട് പറ്റുമോ? നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റുമോന്ന്? ഒരു പട്ടിയെ പോലെ, കുടിച്ചിപ്പട്ടിയെ പോലെയാ അവൻ എന്നോട് പെരുമാറിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഡൈനിങ് ഹാളിൽ ചെന്നപ്പോ അവൻ എന്നെ നാണം കെടുത്തി അപമാനിച്ചു. ഞാൻ ഒന്നും അല്ലാതായി പോയി, ഒന്നും. അവനെ കൊല്ലണോ എനിക്ക് ഇപ്പോ?
കൂൾ ഡൗൺ ആന്റി, കൂൾ ഡൗൺ, റിലാക്സ്. ആന്റി ആദ്യം അല്പം വെള്ളം കുടിക്കേ. മതി സൽക്കാരം. കൊല്ലാൻ പറ്റുമോ അത് പറ. കൊല്ലാന്റി, കൊല്ലാം. പക്ഷേ ഒരു ചോദ്യം. തൃച്ചംബരം ഒരു മഹാവൃക്ഷമാ, അരവിന്ദ് കൃഷ്ണൻ അതിലെ ചെറിയൊരു ശിഖരവും. നമ്മൾ വെട്ടേണ്ടതും മുറിക്കേണ്ടതും, അടപടലെ വേര് മുറിക്കേണ്ടതും വൃക്ഷത്തെയല്ലേ, ചെറിയൊരു ശിഖരത്തെ അല്ലല്ലോ, ആണോ? ഉത്തരം ഞാൻ പറയാം. നമ്മൾ വെട്ടിമുറിക്കേണ്ടത് വൃക്ഷത്തിന്റെ കടക്കൽ തന്നെയാണ്. അപ്പോൾ കൊമ്പുകളും ഇലകളും ആ തൃച്ചംബരം എന്ന വടവൃക്ഷത്തിലേക്ക് ചേക്കേറിയ പക്ഷികളും അടക്കം സകലതും നിലംപതിക്കും. അതാണ് നമ്മുടെ മിഷൻ. അതെ, ഒരു മകനല്ല, ഒരു കുടുംബമാണ് നമ്മുടെ ടാർഗറ്റ്. ഒരു മകൻ മരിച്ചാൽ അഖിലയുടെ കണ്ണുകൾ അല്പമൊന്ന് കലങ്ങും, അത്രേ ഉള്ളൂ. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ആ കണ്ണുകൾ അടയ്ക്കുകയാണ് എന്നേക്കുമായി. കൊള്ളാം, കേൾക്കാൻ നല്ല സുഖമുണ്ട്. തട്ടിൽ നിന്ന് പറഞ്ഞ നാടകമാണെന്ന് കരുതിയ ആൾക്കാരുടെ കയ്യടി കിട്ടും. പക്ഷെ ഒന്നും മറക്കരുത്, 2-3 വർഷമായി നമ്മുടെ ഈ ഗീർവാണം തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും. എന്നാൽ ഇനി സംഭവിക്കും പലതും. വിലാസിനി ആന്റിക്ക് പ്രിയങ്കയും ഈ ഗംഗയും നൽകിയൊരു വാക്കുണ്ട്, തൃച്ചംബരത്തെ മഹാറാണിയുടെ സിംഹാസനം. അതിനുള്ള വഴികൾ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ആന്റി കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ചോ? കഴിഞ്ഞ 3-4 വർഷത്തെ ഗീർവാണ പ്രസംഗം അല്ലേത്, പ്രവൃത്തി, പ്രവൃത്തി മാത്രം. എന്ത് പ്രവൃത്തി? നമ്മൾ ഒരുപാട് കളിച്ചു, ഒന്നും ജയിച്ചില്ല. തോൽവി മാത്രം നമ്മുടെ വിധി. ആ വിധി നമ്മൾ മാറ്റി എഴുതും, മാഡം വിശ്വസിക്കുക. ഞങ്ങൾ 3 ആളും അതിനുള്ള പ്ലാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇവിടെ വെറും പ്ലാൻ അല്ല, ഇറ്റ്സ് എ മാസ്റ്റർ പ്ലാൻ. ദി എൻഡ് ഗെയിം, കടശിക്കളി. 4 വർഷവും നമ്മൾ മറന്നുപോയൊരു ചതിപ്രയോഗം. പണ്ട് ശകുനി കയ്യിലിട്ട് കറക്കി എറിഞ്ഞിട്ടില്ലേ, അതേ പകിട 12 കളി. ആന്റിക്ക് വിശ്വസിക്കാം ഞങ്ങള്. അതെ, ആന്റിക്ക് വിശ്വസിക്കാം ഞങ്ങള്. അഖിലയുടെ പ്രപഞ്ചം ഇനി അന്ധകാരമാക്കും നമ്മൾ. ഇരുട്ടിൽ കിടന്ന് വെളിച്ചത്തിനു വേണ്ടി നിലവിളിക്കും അഖില. നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ പോകുന്നു. അതിനി അധികം കാലതാമസമില്ല. മുള്ളിനെ നമ്മൾ മുള്ളുകൊണ്ടെടുക്കും, മുള്ളിനെ മുള്ളുകൊണ്ട്.